ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി ഇതാണ്. കടയിലൊക്കെ പോയിട്ട് നമ്മൾ കുറച്ച് ബിരിയാണിയിൽ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് ഒന്നുണ്ടാക്കിയിട്ട് ഒന്ന് ഫ്ലോപ്പായി പോയ ഒരു ഐറ്റമാണ്. അപ്പോൾ നമുക്കൊന്നും കൂടി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മൾ വീട്ടിൽ വന്ന് ബിരിയാണിയൊക്കെ വെക്കാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്കും സബോള ലേശം കമ്മിയാണ്. ബിരിയാണിക്ക് വേണ്ട കുറച്ച് ഐറ്റംസ് വേണ്ട. ബിരിയാണി മസാല ഇല്ല, അങ്ങനെയില്ല. പക്ഷെ നമുക്ക് ഉള്ളതൊക്കെ കൊണ്ടിട്ടൊരു തട്ടിക്കൂട്ട് ബിരിയാണി ഉണ്ടാക്കാം. അപ്പോൾ ഇവിടെ ഞാൻ എന്നെ ഉണ്ടാക്കിയാലും അത് എല്ലാവരും കഴിക്കണം, അല്ലെങ്കിൽ ഞാൻ കഴിപ്പിക്കും. ഇനിയിപ്പോൾ അവർ കഴിച്ചില്ലെങ്കിലും ഞാൻ കഴിക്കും, കാരണം ഞാൻ ഉണ്ടാക്കുന്നതായതുകൊണ്ട്. അപ്പോൾ നമുക്ക് ഉള്ളതൊക്കെ വെച്ചിട്ടൊരു തട്ടിക്കൂട്ട് ബിരിയാണി സെറ്റാക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബിരിയാണി വെള്ളത്തിലൊന്ന് കുതിരാൻ വേണ്ടിയിട്ടിടാം. അപ്പോൾ ഈ ടൈം കൊണ്ട് നമുക്ക് തക്കാളി, സവോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടി ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇത്രയും ചിക്കന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇരിക്കട്ടെ, ഒരു ഭംഗിക്ക്. ചിക്കൻ ഇല്ലെങ്കിലും ചിക്കന് ഗ്രേവി ഒട്ടും കുറയ്ക്കണമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഏലക്ക, കറുവപ്പട്ട, കുരുമുളക് ഇതും കൂടി എടുത്തിട്ട് ഒരു കുക്കറിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിൻ്റെ കൂടെ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഈ പറഞ്ഞ കുരുമുളക്, ഏലക്ക ഇതെല്ലാം കൂടി അതിൻ്റെ അകത്തോട്ട് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തതിൻ്റെ മണം ആ എണ്ണയിലോട്ടൊക്കെ ഒന്ന് പരക്കുമ്പോഴത്തേക്കിനും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രീസറിലായിരുന്നു ഇരുന്നത്. കുറച്ച് ചിക്കനേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ കറി വെച്ചതിൻ്റെ മിച്ചം എനിക്കൊന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അമ്മ എടുത്ത് തന്നതാണ്. അപ്പോൾ ആ ചിക്കൻ നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് കഴുകിയെടുത്തിട്ട് നമുക്ക് അതിലോട്ട് മസാലപ്പൊടി ഇടാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ചിക്കൻ മസാല ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു 10 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഇത് ഒന്നാകുമ്പോഴത്തേക്കും നമ്മുടെ സവോളയൊക്കെ നല്ല രീതിയിലൊന്ന് വഴന്ന് വന്നിട്ടുണ്ടായിരിക്കും. പിന്നെ നമ്മൾ ഈ ചിക്കൻ ഇട്ട് കൊടുത്ത അതേ മസാലകളിൽ മല്ലിപ്പൊടി ഒഴിച്ചിട്ട് ബാക്കിയെല്ലാം കൂടി ഈ സവോളയിലോട്ട് ഇത് വഴന്ന് വന്നതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഈ ചിക്കനും കൂടെ അതിലോട്ട് ഇട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ വെള്ളം ഒഴിക്കാം, ഇല്ലെങ്കിൽ വെള്ളം ഒഴിക്കാതെ വെക്കാം. അപ്പോൾ വെള്ളം ഒഴിക്കാതെ വെക്കാൻ കഴിയാനുള്ള ചാൻസ് കൂടുതലായതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 5 വിസിലങ്ങാണ്ട് അടുപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം കുറച്ചൊന്ന് വെന്തിട്ടുണ്ടായിരിക്കും. കാരണം ഒത്തിരി ഫുള്ളായിട്ടങ്ങ് വെന്ത് പോകാൻ പാടില്ലല്ലോ. നമ്മൾ ചോറ് ഇട്ട് പിന്നെയും വിസിലടിപ്പിക്കണമല്ലോ. സോ നമ്മുടെ ചിക്കൻ ഏകദേശം ഒന്ന് വെന്ത് വന്ന സ്ഥിതിക്ക് നമുക്ക് ഇനി അതിലോട്ട് കുതിർത്ത് വെച്ചിരിക്കുന്ന അരിയോട് അതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം ഒഴിക്കാം, കുറച്ചധികം വെള്ളം ഒഴിക്കാം. എന്നിട്ട് ഒരു 3-4 വിസിൽ അടുപ്പിക്കാം. അപ്പം ചെറുതായിട്ടൊരു കരിഞ്ഞ സ്മെല്ലൊക്കെ വരുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. നമ്മൾ അരി ഇട്ട് കഴിഞ്ഞിട്ടൊരു 3 വിസിൽ 4 വിസിലങ്ങാണ്ട് കേട്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ കരിഞ്ഞൊരു സ്മെല്ല് വന്നപ്പോൾ തന്നെ അത് ഓഫാക്കിയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം, എങ്ങനെയുള്ളത് നോക്കാം. ലുക്ക് കണ്ടിട്ട് കുഴപ്പമില്ല, പക്ഷേ അരി നമുക്ക് വെന്തോന്നും അറിയത്തില്ല. നമുക്ക് എന്തായാലും നോക്കട്ടെ. ചെറുതായിട്ട് അടി പിടിച്ചൊന്നും സംശയമില്ലാതില്ല. പിന്നെ എനിക്ക് ബിരിയാണി ഉണ്ടാക്കുന്നതിനെ പറ്റി വലിയ ഗ്രാഹ്യമൊന്നുമില്ല. നമ്മൾ യൂട്യൂബിൽ കുറേ വീഡിയോസൊക്കെ കണ്ടു. അപ്പോൾ അതിൽ പറയുന്ന കുറേ സാധനങ്ങളൊന്നും വീട്ടിൽ ഇപ്പോൾ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ കയ്യിലുള്ളത് വെച്ചിട്ട് എൻ്റേതായ രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ്. അങ്ങനെ സലാഡും അച്ചാറും പപ്പടവും എല്ലാം എടുത്ത് നമ്മളൊരു പാത്രത്തിലോട്ട് ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി കാണാനൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഇപ്പോൾ ടേസ്റ്റ് ഉണ്ടോയെന്നൊന്ന് കഴിച്ച് നോക്കട്ടെ. അങ്ങനെ കഴിച്ച് നോക്കിയപ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത്. ചിക്കൻ ബിരിയാണി നല്ല അടിപൊളിയായിട്ട് ഒത്തിട്ടുണ്ടായിരുന്നു ഗൈസ്. കടയിൽ നിന്ന് മേടിക്കുന്ന അത്രയും വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടാറ്റാ.